ഇന്ത്യയെ തകർക്കാൻ തുനിഞ്ഞിറങ്ങി ബംഗ്ലാദേശും. വർഷങ്ങളായി പാകിസ്ഥാനിൽ നാശം വിതച്ചതിനു ശേഷം ജിഹാദി ഭീകര സംഘടനയായ തെഹ്രീക്-ഇ-താലിബാൻ പാകിസ്ഥാനിൽ ഇപ്പോൾ ബംഗ്ലാദേശിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും തങ്ങളുടെ സാന്നിധ്യം വ്യാപിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യയുമായി 4000 കിലോമീറ്ററിലധികം നീളമുള്ള അതിർത്തി പങ്കിടുന്ന ബംഗ്ലാദേശിലെ TTP-യുടെ പ്രവർത്തനങ്ങൾ ന്യൂഡൽഹിയെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായ ഇടപെടലുകളും പ്രതിരോധ സേനയുടെ കരുത്തും രാജ്യത്തെ കൂടുതൽ സംരക്ഷണമാക്കുന്നുണ്ട്. എന്നിരുന്നാലും ബംഗ്ലാദേശ് സുരക്ഷാ രഹസ്യാന്വേഷണ സ്ഥാപനങ്ങൾ ഈ ഭീഷണിയെക്കുറിച്ച് അജ്ഞത പുലർത്തുന്നതായി തോന്നുന്നതായാണ് സ്ഥിതി കൂടുതൽ വഷളാക്കുന്നത്. ബംഗ്ലാദേശിൽ നിന്ന് പാകിസ്ഥാൻ വഴി അഫ്ഗാനിസ്ഥാനിലേക്ക് യാത്ര ചെയ്ത 2 പാകിസ്ഥാൻ താലിബാൻ റിക്രൂട്ട്മെന്റുകളെങ്കിലും ഉണ്ടെന്നതിന് തെളിവുകളുണ്ട്. ഏപ്രിലിൽ വസീറിസ്ഥാനിൽ പാകിസ്ഥാൻ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ അവരിൽ ഒരാൾ കൊല്ലപ്പെട്ടു. തീവ്രവാദ ശൃംഖലകളുമായി ബന്ധം ആരോപിച്ച് ജൂണിൽ 36 ബംഗ്ലാദേശി പൗരന്മാരെ മലേഷ്യ കസ്റ്റഡിയിലെടുത്തപ്പോഴും ഇത് സംഭവിക്കുന്നു. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിലെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി മേഖലയിലാണ് TTP പ്രധാനമായും പ്രവർത്തിക്കുന്നത്. 2024 ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീന ഭരണകൂടത്തിന്റെ പതനത്തിനു ശേഷം ബംഗ്ലാദേശിൽ തദ്ദേശീയമായി വളർന്നുവരുന്ന ജിഹാദി ഗ്രൂപ്പുകൾ ശക്തി പ്രാപിക്കുന്നത് കാണുമ്പോൾ തന്നെ TTP-യുടെ പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ധാക്ക ആസ്ഥാനമായുള്ള ദി ഡെയിലി സ്റ്റാർ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ജൂലൈയിൽ TTP-യുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് ബംഗ്ലാദേശിലെ തീവ്രവാദ വിരുദ്ധ യൂണിറ്റ് ഷാമിൻ മഹ്ഫൂസ്, MD ഫോയ്സൽ എന്നീ 2 വ്യക്തികളെ അറസ്റ്റ് ചെയ്തു. ഇന്റലിജൻസ് അധിഷ്ഠിത പ്രവർത്തനങ്ങളിലൂടെ ഭീഷണി നിയന്ത്രിക്കുന്നതിലാണ് ബംഗ്ലാദേശ് അധികൃതർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് പത്രം വ്യക്തമാക്കി. 2017 ബംഗ്ലാദേശ് പോലീസ് സ്ഥാപിച്ച ATU നൂതന ഇന്റലിജൻസ് തന്ത്രങ്ങൾ ഉപയോഗിച്ച് അത്തരം ഭീഷണികളെ ലക്ഷ്യമിടുന്നു. ബംഗ്ലാദേശി ഡിജിറ്റൽ മാധ്യമമായ ദി ഡീസൻ മെയ് മാസത്തിൽ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ കുറഞ്ഞത് 8 ബംഗ്ലാദേശി പൗരന്മാരെങ്കിലും നിലവിൽ അഫ്ഗാനിസ്ഥാനിൽ TTP അംഗങ്ങളായി സജീവമാണെന്ന് വെളിപ്പെടുത്തിയിരുന്നു. ഇവരിൽ ഒരാളെ പാകിസ്ഥാൻ സൈന്യം ഏപ്രിലിൽ കൊലപ്പെടുത്തിയതായി റിപ്പോർട്ടുണ്ട്. എന്നാൽ ജൂലൈയിൽ മാത്രമാണ് ബംഗ്ലാദേശ് മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന്റെ മരണവാർത്ത പുറത്തു വന്നത്. അതിശയകരമെന്ന് പറയട്ടെ, ബംഗ്ലാദേശിലെ സുരക്ഷാ സംവിധാനത്തിന് ഈ സംഭവ വികാസങ്ങളെ കുറിച്ച് അറിയില്ലായിരിക്കാം. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള നിരോധിത തീവ്രവാദ സംഘടനയായ തെഹ്രീക്-ഇ-താലിബാൻ പാകിസ്ഥാൻ സജീവ അംഗങ്ങളുടെ എണ്ണം ബംഗ്ലാദേശിൽ എത്രയാണെന്ന് ഞാൻ ആശ്ചര്യപ്പെടുന്നുവെന്ന് എക്സിൽ മനുഷ്യാവകാശ പ്രവർത്തകനും രാഷ്ട്രീയ വിശകലന വിദഗ്ധനുമായ ആസിഫുർ റഹ്മാൻ ചൗധരി വ്യക്തമാക്കി എഴുതിയിരുന്നു. എന്നിരുന്നാലും യുഎസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിന്റെ ഭരണകൂടത്തിലെ DIG, പോലീസ് കമ്മീഷണർ തുടങ്ങിയ റാങ്കിലുള്ള വിവിധ ഉദ്യോഗസ്ഥർ രാജ്യത്ത് തീവ്രവാദികളില്ലെന്ന് ആവർത്തിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള തീവ്രവാദ സംഘടനയുമായി ബന്ധമുള്ളതിന്റെ പേരിൽ ഗൈബന്ധയിൽ നിന്നുള്ള ഒരാളെ ബംഗ്ലാദേശ് അധികൃതർ അറസ്റ്റ് ചെയ്തു. സമീപകാലത്ത് അപൂർവമായ ഒരു നല്ല പ്രവൃത്തി മനുഷ്യാവകാശ പ്രവർത്തകനായി അറിയപ്പെടുന്ന സൗമിക് സാഹിബ് രാജ്യത്തെ സുരക്ഷാ സ്ഥാപനത്തെയും സർക്കാരിനെയും പരിഹസിച്ചു. ഇപ്പോൾ 2 അറസ്റ്റുകളും ബംഗ്ലാദേശി പൗരന്മാർ പാകിസ്ഥാൻ താലിബാനിൽ സജീവമായി ചേരുന്നതായുള്ള റിപ്പോർട്ടുകളും ഉള്ളതിനാൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ബംഗ്ലാദേശിൽ തീവ്രവാദ ആക്രമണങ്ങൾ പുതുമയുള്ളതല്ല. 2016 ധാക്കയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ബന്ധമുള്ള ആക്രമണത്തിൽ 22 സാധാരണക്കാർ കൊല്ലപ്പെടുകയും തീവ്രവാദ ശൃംഖലകൾക്കെതിരെ രാജ്യവ്യാപകമായി നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.